മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു. എളമക്കര സ്വദേശി ജോസ് ഡൊമിനിക്കാണ് മരിച്ചത്. യാത്രക്കാരുമായി അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എളമക്കര സ്വദേശി സെബാസ്റ്റ്യൻ ഡൊമിനിക് എന്ന 43-കാരനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. അപകടത്തിന് ശേഷം ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി. ഫോർട്ട് കൊച്ചി കളമശ്ശേരി റൂട്ടിൽ ഓടുന്ന ബസ്സാണ് അപകടം വിതച്ചത്. ബുധനാഴ്ച രാത്രി 8:45 തോപ്പുംപടി BOT പാലത്തിന് നടുവിലാണ് സംഭവം ഉണ്ടായത്. ഡ്രൈവർ ഇറങ്ങിയോടിയതിനെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറാണ് ബസ് പാലത്തിൽ നിന്ന് മാറ്റിയിട്ടതെന്ന് യാത്രക്കാർ പറഞ്ഞു. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ അതുവഴി സഞ്ചരിച്ചിരുന്നവർ ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപകടം നടക്കുമ്പോൾ ബസ്സിൽ യാത്രക്കാർ കൂടാതെ ഡ്രൈവറോട് സംസാരിക്കുന്നതിനായി ബസ്സിന്റെ മുൻവശത്ത് 10ഓളം പേർ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. അതായത് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ബസ്സായിരുന്നു. പുള്ളി മറ്റേ 2 വീലർ ഒറ്റക്കായിരുന്നു ഡ്രൈവ് ചെയ്ത് വന്നത്. വണ്ടി ഇവിടെ അപ്പുറത്തൊരു വണ്ടി വന്നാറ് ഒരു കാർ എന്തോണെന്ന് തോന്നുന്നു. അതിന് ഓവർടേക്ക് വന്ന് കയറിയിട്ട് ഈ ബസ്സിന്റെ റൈറ്റ് സൈഡ്, അതായത് ഡ്രൈവർ സൈഡാണ് ഇടിച്ചത്. ഇടിച്ച ഉടനെ തന്നെ വണ്ടി സെന്ററിൽ ബ്രേക്ക് ഡൗൺ പോലെ നിന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഡ്രൈവർ ഇറങ്ങി ഓടിപ്പോകുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ ഈ വണ്ടി ഇടിച്ചതിന്റെ 2 വണ്ടിയുടെ ബാക്കിൽ ഞാനുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഓവർടേക്ക് ആയിരുന്നു ബസ് ഓവർടേക്ക് ചെയ്ത് വന്ന് കയറി ഇടിച്ചതാണ്. രാത്രികാലങ്ങളിൽ ലൈസൻസ് ഇല്ലാത്തവരുടെ ഡ്രൈവിംഗ് പരിശീലനം നടക്കുന്നതിന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ട്. പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടം ഈ പാലത്തിൽ ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ലെന്നുള്ള നിർദ്ദേശം നിലനിൽക്കെ പാലത്തിൽ വെച്ച് ഓവർടേക്ക് ചെയ്ത് ഒരു 2 വീലർ യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച് ഇവിടെ ഡ്രൈവർ ഇറങ്ങി ഓടിക്കളയുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടത്. അപ്പോൾ അത് നമ്മുടെ പല സുഹൃത്തുക്കളും സാക്ഷിയായിട്ട് ബസ് 3 മിനിറ്റോളം ആൾ ഈ പാലത്തിൽ കിടന്നിട്ടാണ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കൊല വിളി നടത്തുന്ന ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അതിനെക്കാട്ടി ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ആണോ എന്നാണ് സംശയം. സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ BOT പാലത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് ഹാർബർ സ്റ്റേഷനിലെത്തിയ പ്രവർത്തകർ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. താൽക്കാലികമായി സാറിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വിരോധം. നാളെ ഇത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ SC ഓഫീസിലേക്ക് ശക്തമായ മാർച്ചുണ്ടാവും. ഈ കൊലയാളി ബസ് ഡ്രൈവർമാർക്കെതിരെ, കഞ്ചാവ് MDMA അടിച്ച് ബസ് ഓടിച്ച് സാധാരണക്കാരനെ കൊല്ലുന്നവന്മാർക്കെതിരെ ഇപ്പൊ കണ്ടല്ലോ, ബസ് ഇടിച്ചിട്ട് നിർത്താണ്ടാണ് അവനിറങ്ങി ഓടിപ്പോയേക്കണത്. ഇതൊരു കഞ്ചാവ് മാഫിയാണ്. ഇതിനെ പോലീസ് ബസ് ഉടമയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.